സ്നേഹം നിറഞ്ഞവരെ, സെയിൻറ് റാഫേൽ തൈക്കൂടം മതബോധന വിഭാഗം 6ാം ക്ലാസ്സിലെ മതബോധന വിദ്യാർത്ഥികളും ടീച്ചേഴ്സും PTA അംഗങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം സ്നാപക യോഹന്നാൻ. രംഗം 1. ഹെറോദീസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. വൃദ്ധരായ സഖറിയായ്ക്കും എലിസബത്തിനും മക്കളുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിനായി അവർ നിരന്തരം പ്രാർത്ഥിച്ചു. ഒരിക്കൽ ദേവാലയത്തിൽ സഖറിയ ധൂപാർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഖറിയായ്ക്ക് ഒരു ദർശനമുണ്ടായി. അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, അടിയന്റെ രോദനം അവിടുന്ന് കാണുന്നില്ലേ? അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്ത് ഇക്കാലമത്രയും ഈ വൃദ്ധൻ കഴിഞ്ഞു പോന്നു. ഈ വൃദ്ധന്റെ തലമുറ നിലനിർത്താൻ ഇനി ആരുണ്ട്? മറ്റുള്ളവരുടെ പരിഹാസക്കുത്തുകൾ കേട്ട് ഈയുള്ളവൻ മടുത്തു. ദൈവമേ, അടിയന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. സഖറിയ, സഖറിയ, അങ്ങ് ആരാണ്? സഖറിയ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക്, അനുസരണയില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ കർത്താവിന്റെ മുൻപേ പോകും. ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്. എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ ഇനി നിനക്ക് സാധിക്കുകയില്ല. രംഗം 2. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നു. എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. ഓ, എന്തൊരു ക്ഷീണം! ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. സഖറിയ, ജനിക്കാൻ പോകുന്ന നമ്മുടെ ഈ കുഞ്ഞിന് അങ്ങ് എന്ത് പേര് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങ് എന്താണ് എഴുതുന്നത്? എവിടെ, ഞാനൊന്ന് കാണട്ടെ. യോഹന്നാൻ. സഖറിയ, ദൈവദൂതൻ അങ്ങയോട് പറഞ്ഞ ഈ പേര് വളരെ നന്നായിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിതെല്ലാം ചെയ്തു തന്നിരിക്കുന്നു. അവിടത്തേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇളയമ്മേ, ഇളയമ്മേ,
ആരാ ആരാ അത്? ഇളയമ്മേ, ഇത് ഞാനാ, മറിയം. ഓ മറിയം, മകളെ, നീ എത്തിയോ? യാത്ര സുഖകരമായിരുന്നോ? ഇളയമ്മേ, അങ്ങേക്കെൻ്റെ അഭിവാദനം. ഇതാ, ഈ പഴങ്ങൾ ഞാൻ അങ്ങേക്കായി കൊണ്ടുവന്നതാണ്. മകളെ മറിയം, നിന്റെ അഭിവാദന ശബ്ദം എൻ്റെ ചെവികളിൽ കേട്ട മാത്രയിൽ എൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. 3 മാസക്കാലം മറിയം എലിസബത്തിനെ ശുശ്രൂഷിച്ചു. ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് അവർ കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേര് നൽകി. തൽക്ഷണം സഖറിയായുടെ നാവ് തുറക്കപ്പെട്ടു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഇത് സംസാര വിഷയമായി. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രയേല് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിൽ വസിച്ചു. രംഗം 3. AD 26 തിബേരിയൂസ് സീസറിൻ്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ യഹൂദിയായിൽ പൊന്തിയൂസ് പീലാത്തോസിൻ്റെ നാടുവാഴി ഭരണകാലത്ത് ഹെറോദേസിനെ യഹൂദിയായുടെ 4 ഭാഗത്തിൻ്റെ അധിപനായും അവൻ്റെ സഹോദരൻ പീലിപ്പോസിനെ ഇത്തൂറിയ ത്രിക്കോണോ ദേശത്തിൻ്റെ അധിപനായും ലൂസിനിയായെ അബിലേനിയേലിൻ്റെ 4 ഭാഗത്തിൻ്റെ അധിപനായും അന്നാസും കയ്യഫാസും മഹാപുരോഹിതന്മാരായിരിക്കുമ്പോൾ വിജനപ്രദേശത്ത് വെച്ച് സക്കറിയായുടെ പുത്രനായ യോഹന്നാന് ദൈവത്തിൻ്റെ അരുൾപ്പാടുണ്ടായി. അവൻ ജോർദാന് ചുറ്റുമുള്ള സകല ഭൂമിയിലുമെത്തി പാപങ്ങളുടെ മോചനത്തിനായി അനുതാപത്തിൻ്റെ മാമോദീസയെ പ്രഘോഷിച്ചു. അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാര്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. നീതിസേവകരെ, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. ചുങ്കക്കാരെ, നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് കൂടുതൽ ഈടാക്കരുത്. ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളമ്പെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരകിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദയിപ്പിക്കുകയും ചെയ്യും. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ മനുഷ്യൻ ആരാണ്? ഇവനേതോ ദിവ്യനാണെന്ന് തോന്നുന്നു. യോഹന്നാനെ, എനിക്ക് സ്നാനം തരിക. ഞാൻ അങ്ങിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവനീതിയും പൂർത്തീകരിക്കുക. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
ദൈവപുത്രനു വിധിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. ആയിരമായിരമാലംബഹീനരെ ജ്ഞാന സ്നാനം ചെയ്യിച്ചു. ദൈവപുത്രനു വിധിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. ഹെറോദേസ് രാജാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ഹെറോദിയായെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത ഉടനെ പ്രവാചകൻ ഹെറോദേസിന്റെ കൊട്ടാരത്തിലെത്തുന്നു. പ്രിയേ ഹെറോദിയ, നീ എത്ര സുന്ദരിയാണ്! ഷാരോണിലെ പനിനീർ പുഷ്പമേ, നീ നമ്മുടെ മനം കവർന്നു. നീ നമ്മുടെ സഹോദര പത്നിയാണെങ്കിലും നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നുപോയി. ഇപ്പോൾ നീ നമ്മുടെ രാജ്യത്തിന്റെ രാജ്ഞീ പദം അലങ്കരിക്കുന്നവളാണ്. ഈ യൂദ രാജ്യത്തിന്റെ സർവ അധികാരങ്ങളും പ്രിയേ നിനക്കു ഞാൻ നൽകുന്നു. രാജൻ, ഈ യൂദാരാജ്യം നമ്മെ ഇപ്പോൾ രാജ്ഞിയായി അംഗീകരിക്കുന്നതിൽ നാം വളരെയേറെ സന്തോഷവതിയാണ്. പക്ഷേ രാജൻ, നമുക്ക് ഈ സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട. അങ്ങയുടെ സ്നേഹം മാത്രം മതി. പ്രിയേ, നമുക്ക് സന്തോഷമായി. ഈ സുദിനത്തിന്റെ ഓർമ്മക്കായി നമ്മുടെ അധികാരത്തിന്റെ ചിഹ്നമായ ഈ വജ്രമോതിരം നിനക്ക് ഞാൻ സമ്മാനമായി നൽകുന്നു. സ്വീകരിച്ചാലും പ്രിയേ. ഹെറോദോസ് രാജാവ് നീണാൾ വാഴട്ടെ. രാജാവെ, അങ്ങയെ മുഖം കാണിക്കാൻ ഒരു പ്രവാചകൻ പുറത്ത് കാത്തു നിൽക്കുന്നു. കടന്നു വരാൻ പറയൂ. അല്ലയോ മഹാനായ പ്രവാചക, അങ്ങ് എന്തിനാണ് നമ്മെ കാണണമെന്ന് ആഗ്രഹിച്ചത്? അല്ലയോ രാജാവേ, അങ്ങ് അഭിമാനത്തോടെ രാജ്യം ഭരിക്കുക, നീതി പ്രവർത്തിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക. പക്ഷേ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ ഈ ദുഷിതയെ അങ്ങ് എന്തിന് അങ്ങയുടെ രാജ്ഞിയായി വാഴിക്കുന്നു? ഈ നാട്ടിൽ കന്യകമാർ ഇല്ലാഞ്ഞിട്ടാണോ സഹോദര ഭാര്യയെ സ്വന്തമാക്കിയത്? നമ്മുടെ സന്തോഷം കെടുത്താൻ വന്ന നീച, നമ്മെ ദുഷിച്ചു പറയാൻ നിനക്ക് അധികാരം തന്നത് ആരാണ്? മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ അവഹേളിച്ച നിനക്ക് ഞാൻ തക്ക ശിക്ഷ നൽകും. ഹേ സ്ത്രീയെ, ദൈവത്തിൽ നിന്ന് വന്ന പ്രവാചകനാണ് ഞാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ. എന്നെ ഭയപ്പെടുത്തുവാൻ നിന്റെ അധികാരത്തിനോ സ്ഥാനമാനങ്ങൾക്കോ സാധിക്കുകയില്ല. കാരണം സത്യത്തിന് സാക്ഷിയാകുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. അല്ലയോ രാജാവേ, ഇവളെ പീലിപ്പോസിന്റെ അടുത്തേക്ക് തിരിച്ചയക്കൂ. സാധ്യമല്ല. വേലി തന്നെ വിളവ് തിന്നുന്നു, രാജാവ് തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നു. ഈ ദുഷ്ടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ഇവനെ കാരാഗൃഹത്തിലടയ്ക്കൂ. രംഗമഞ്ച്. സ്നാപക യോഹന്നാന്റെ നിർദ്ദേശം സ്വീകരിക്കാതെ അപമാനിതയായ രാജ്ഞി അതിന് പകരം വീട്ടാൻ തക്കം പാർത്തിരിക്കെ ഹെറോദേസിന്റെ ജന്മദിനം വന്നെത്തി. സന്തോഷത്തിൻ്റെ ആ ദിനത്തിൽ ഹെറോദിയായുടെ മകൾ സലോമി രാജസദസ്സിൽ നൃത്തമാടുന്നു.
രാജൻ, അങ്ങയുടെ മകളുടെ നൃത്തം മനോഹരമായിരിക്കുന്നു. നമ്മുടെ ജന്മദിനത്തിൽ നൃത്തമാടി നമ്മെ സന്തോഷിപ്പിച്ച പ്രിയമകൾ സലോമി, നിനക്ക് സമ്മാനമായി എന്താണ് നാം നൽകേണ്ടത്? ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. എന്തു തന്നെയായാലും നാം അത് നൽകുന്നതായിരിക്കും. അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്ത് തന്നാലും ഞാൻ സംതൃപ്തയാണ്. എന്തു ചോദിച്ചാലും അങ്ങ് നൽകുമോ? അതോ വെറും മോഹന വാഗ്ദാനമാണോ? തീർച്ചയായും നമ്മുടെ വാക്ക് നാം പാലിക്കും. രാജ്യത്തിന്റെ പകുതി, സ്വർണമോ രത്നങ്ങളോ എന്തു തന്നെയായാലും നാം അത് നൽകും. എനിക്ക് രാജ്യവും വേണ്ട, സ്വർണമോ രത്നങ്ങളോ ഒന്നും വേണ്ട. മറ്റൊരു സുന്ദരമായ ആശ. ചോദിച്ചോളൂ. അത് ഞാൻ ചോദിച്ചോട്ടെ? മടിക്കാതെ ചോദിക്കും മകളെ. കാരാഗ്രഹത്തിൽ കഴിയുന്ന ആ കള്ളപ്രവാചകൻ സ്നാപകയോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് ഇപ്പോൾ എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? നീ ഇത്രയും ദുഷ്ടയോ, വഞ്ചകി? മറ്റൊന്നുമില്ലേ നിനക്ക് ചോദിക്കാൻ? നമ്മുടെ ജന്മനാളിൽ തന്നെ അശുദ്ധനായ പ്രവാചകന്റെ ശിരസ് അറുത്തിടണമെന്നാണോ? വേണ്ട, മറ്റൊന്നും എനിക്ക് വേണ്ട. അത് മാത്രം മതി. അങ്ങേക്ക് നൽകാൻ കഴിയാത്തത് എന്തിനങ്ങ് വാഗ്ദാനം ചെയ്തു? വാഗ്ദാനം പാലിക്കാത്ത നെറികെട്ട രാജാവെന്ന് മറ്റുള്ളവർ അങ്ങയെ പുകഴ്ത്തട്ടെ. ഹോ ഹോ, ഇതെന്തൊരു പരീക്ഷണം! ആരവിടെ? അടിയൻ. ആ സ്നാപക യോഹന്നാന്റെ ശിരസ് ഛേദിച്ച് ഒരു തളികയിൽ വെച്ച് ഇപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവരിക. രംഗമാറ്. അങ്ങനെ കാരാഗൃഹത്തിൽ കഴിഞ്ഞ സ്നാപകന്റെ ശിരസ് ഛേദിക്കുന്നു. അത് സമ്മാനമായി സലോമിക്ക് നൽകുന്നു. ഇതാ നീ ചോദിച്ച സമ്മാനം, കൊണ്ടുപോയിക്കൊള്ളുക. അമ്മേ, ഓ, എനിക്കിത് കാണാൻ വയ്യ. അന്ന് നീ ആക്ഷേപിച്ച ആ നാവുകൊണ്ട് ഇന്ന് നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ? കേൾക്കട്ടെ നിന്റെ ഉപദേശം. നട്ടലുള്ള സ്ത്രീയോട് കളിച്ചതിന്റെ ഫലമല്ലേ ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അട്ടഹസിക്കുന്ന അഹങ്കാരി, നീ കേട്ടുകൊള്ളുക. ഈ ലോകത്തിലെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും നീർക്കുമിളകൾ പോലെ പോയി മറയും. പാപത്തിന് പ്രേരണ നൽകിയ നിന്റെ ശരീരം വ്രണങ്ങൾ നിറഞ്ഞതാകും. രാജാവേ, നിന്റെ സിംഹാസനം ഇളകും. നർത്തകി, നിന്റെ സ്വപ്നങ്ങൾ കരിപുരണ്ടതാകും. നന്മ ചെയ്ത് മുന്നേറുക മർത്യ, നന്മ ചെയ്ത് മുന്നേറുക മർത്യ, നന്മ ചെയ്ത് മുന്നേറുക മർത്യ. ദൈവപുത്രനു വിധിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. ആയിരമായിരമാലംബഹീനരെ ജ്ഞാന സ്നാനം ചെയ്യിച്ചു. ദൈവപുത്രനു വിധിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ